കേരള സർവകലാശാല രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തതിലും സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ പിൻവലിച്ചതിലും ഇടപെടാതെ ഹൈക്കോടതി. ഇതോടെ പന്ത് ചാൻസലറായ ഗവർണറുടെ കോർട്ടിലാണ്. VC പിരിച്ചുവിട്ടിട്ടും തുടർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിച്ചതോടെ രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലേക്കെത്തി. പിന്നാലെ VC സിസ തോമസ് ഗവർണറുടെ കൂടി മനസ്സറിഞ്ഞ് നടപടികൾ തുടങ്ങി. രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് നൽകി ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്ന അവസ്ഥയായി. VC പോയിട്ടും സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ പഠന വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അഭൂതപൂർവമായ സാഹചര്യമാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നു, സർവകലാശാല ആരാണ് ഭരിക്കുന്നത് എന്ന്. A സമ്പത്ത് CPIM, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ഷാജി രാഘവൻ BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ A സമ്പത്ത്. ഇതിൽ CPM RSS പോരിന്റെ രാഷ്ട്രീയ വശമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു സർവകലാശാലയാണല്ലോ. സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സിൻഡിക്കേറ്റിന് 1 രജിസ്ട്രാറും വൈസ് ചാൻസലർക്ക് വേറൊരു രജിസ്ട്രാറും. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും പഴയ, ഏറ്റവും പ്രഖ്യാതമായ, ഏറ്റവും വലിയ സർവകലാശാല ഭരണപരമായി മുന്നോട്ട് പോകുമോ? അഭിലാഷേ, സമ്പത്താണ് ചോദ്യം, എന്നോടായിരിക്കുമല്ലോ. അതെ 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 അഭിലാഷ്. അതെ അഭിലാഷേ പറഞ്ഞോളൂ, അങ്ങയോടാണ് ചോദ്യം. അഭിലാഷ് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അതെ, ചോദ്യം എന്നോട്. അതെ, ശരി ശരി ശരി. ഇത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായ വ്യക്തി, ഞാൻ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹവും ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് പറയുകയാണ്. ആ ബഹുമാനം വൈസ് ചാൻസലർ എന്നുള്ള ബഹുമാനമല്ല. കാരണം അദ്ദേഹം വൈസ് ചാൻസലർ അല്ല, താൽക്കാലിക വൈസ് ചാൻസലറായിട്ടാണ് കേരളത്തിലെ ഗവർണർ അങ്ങനെ നിയമിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് നമ്മുടെ കേരള സർവകലാശാലയുടെ ആക്ട്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആക്ട്, സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളതാണ് ആക്ട്. അതനുസരിച്ച് നിയമാനുസരണമുള്ളൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ പറയുമ്പോൾ ഷാജി രാഘവനും ഈ കാര്യത്തിൽ യോജിക്കുമായിരിക്കും, രാഷ്ട്രീയം മാറ്റി വയ്ക്കും. ദ ലോ ആൻഡ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പോൾ ചെണ്ടയ്ക്ക് കീഴിലുള്ള വാദ്യമേ കഴിയുള്ളൂ. ഒന്നാം, ഇവിടെ താൽക്കാലിക VC വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളപ്പോൾ ആ താൽക്കാലിക VCയുടെ തന്നെ ചുമതല മറ്റൊരു വ്യക്തിക്ക് നൽകുകയാണ്. ഞാൻ ഒരു അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ആൾ, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലും അക്കാഡമിക് കൗൺസിലും അംഗമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, വിദ്യാർത്ഥി രംഗത്ത് നിന്ന് കടന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കും. ഈ അഭിഭാഷകരുടെ ഭാഷയിൽ പറയും, ഡെലിഗേറ്റസ് നോൺ പൊട്ടസ് ഡെലിഗാറെ എന്ന് പറഞ്ഞിട്ടൊരു ലാറ്റിൻ മാക്സിമം ഉണ്ട്. ഒരിക്കൽ തൻ്റേതായ അധികാരം മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തിക്ക് മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒന്നാമത്തെ കാര്യം, തൻ്റെ ചുമതല മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്തത് നിയമപരമായി അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യം, ഗവർണർ എന്നുള്ള നിലയിൽ, ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഗവർണർ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റേച്ചർ, ആ ഒരു മാന്യത, അതെല്ലാം പുലർത്തി അത്തരത്തിൽ പെരുമാറുന്നതിന് പകരം ഈ റഫറി കളത്തിലിറങ്ങി കളിക്കുന്നത് പോലെ ഇറങ്ങി കളിക്കുക, ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ആ നിയമത്തെ ഗവർണർ എന്നുള്ള നിലയിലല്ല, ചാൻസലർ എന്നുള്ള നിലയിലാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച്, കേരള സർവകലാശാല നിയമം അനുസരിച്ച് ചാൻസലർ ആരാണ്? ഞാൻ അതിലേക്ക് വരുന്നത്. അഭിലാഷേ, ഞാൻ സമ്മതിച്ചു. ഞാൻ അതിലേക്ക് വരികയാണ്. അഭിലാഷേ, ഞാൻ അതിലേക്ക്, എനിക്ക് ഒരു മിനിറ്റ് മാത്രം ഇതിൽ തന്നാൽ മതി. ഈ കേരളയിൽ ആര് ജയിക്കുമെന്നുള്ളതല്ല, ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ തൻ്റേതായ താൽക്കാലിക ചുമതല ഏതാനും ദിവസത്തേക്ക് കൊടുത്തിട്ടുള്ളതൊരു വ്യക്തി ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലൊരു നടപടി എടുത്തിട്ടുണ്ട് എങ്കിൽ അത് കോടതി അലക്ഷ്യമാണ്. ആ മാന്യ വനിത കോടതി അലക്ഷ്യമാണ്. നത്തിങ് എൽസ് ബട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് പറയാം. കേരള യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ വകുപ്പ് 10-14 നിങ്ങളൊന്ന് പരിശോധിക്കണം. സെക്ഷൻ 10 സബ്സെക്ഷൻ 14 കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ട്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ
ഇവിടെ വൈസ് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ താഴെയുള്ള ജീവനക്കാരുടെ മേലാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ളതും ശിക്ഷണ നടപടികളും കൈക്കൊള്ളാൻ കഴിയുക. ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലേക്കുള്ള ആ ഉദ്യോഗസ്ഥരുടെ മേലുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടത് സിൻഡിക്കേറ്റാണ്. ഇനി സിൻഡിക്കേറ്റിൻ്റെ അധികാരം താൻ കൈക്കൊള്ളുന്നു എന്നുള്ള നിലയിലാണ് വൈസ് ചാൻസലറോ അല്ല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയോ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയുന്നത് എങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 23 വകുപ്പ് 23(10) അനുസരിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സിൻഡിക്കേറ്റ് ഇല്ലാതിരിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ, അതായത് ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു നിയമസഭയും അതിനോട് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരും ഇല്ലാതിരിക്കുമ്പോൾ ആർട്ടിക്കിൾ 356-ൻ്റേതായിട്ടുള്ള മറ്റ് ഉപവകുപ്പുകളെല്ലാം വെച്ച് ഗവർണർ അത്തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ അധികാരം കൈയാളുന്നു എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഹെഡ്. ശരി, നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടതുപോലെ ഇവിടെ സെക്ഷൻ 10 സബ്സെക്ഷൻ 13 അനുസരിച്ച് ഒരു വൈസ് ചാൻസലർ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നടപടി, ആ നടപടി കൈക്കൊള്ളുന്നുവെങ്കിൽ തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ അത് ഉൾപ്പെടുത്തുകയും ആ തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്ത് ആ സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം തേടിയിരിക്കേണ്ടതുമാണ്. ഞാനതിൻ്റെ മലയാള പരിഭാഷയാണ് പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർ ഇല്ല, താൽക്കാലിക വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു നടപടിയെടുക്കുന്നുവെങ്കിൽ അത് ഗവർണറുടേതായ നിർദ്ദേശം അനുസരിച്ചാണ്, അല്ലെങ്കിൽ രാജ്ഭവൻ്റേതാണ്. ആ നടപടി വാസ്തവത്തിൽ റാറ്റിഫൈ ചെയ്യപ്പെടേണ്ടത് തൊട്ടടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരം ഒരു കാര്യം റാറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒറ്റ കാരണത്താൽ ആ നടപടി സ്വമേധയാ എങ്ങനെ സുവമോട്ടോ അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ വകുപ്പ് 23 സബ്സെക്ഷൻ 10 കൂടി പരിശോധിക്കുക. ഈ രാഷ്ട്രീയമായി എതിർത്ത് പറയുന്ന നിരവധി ആളുകൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വൈസ് ചാൻസലർ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, പിന്തുടരേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ സിൻഡിക്കേറ്റിനെ ഓവർടേക്ക് ചെയ്യാൻ, സിൻഡിക്കേറ്റിൻ്റെ മുകളിലേക്ക് തനിക്കത്തരത്തിൽ അധികാരമുണ്ട് എന്ന് കേരള സർവകലാശാലയിലല്ല, നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിലവിൽ വന്നിട്ടുള്ള ഒരു സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരായി അത്തരത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എൻ്റെ അറിവിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. ഇനി ഗവർണർ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം അഭിലാഷേ, ഒരു ചൊല്ലുണ്ട്, യജമാനൻ്റെ വീട്ടിലെ കാവൽ നായ്ക്ക് നൊന്താൽ യജമാനന് നോവും എന്നുള്ളത്. കാരണം യജമാനൻ മതിൽ ചാടിയാലോ വേലി ചാടിയാലോ ആ കാവൽ നായ കണ്ണടയ്ക്കും, കുരയ്ക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ പിടികൂടും, പക്ഷേ കാവൽ നായ പിടികൂടുകയില്ല. ഇവിടെ ഗവർണറുടെ അധികാരത്തിൻ്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർവകലാശാലയിൽ തൻ്റെ രാഷ്ട്രീയമായ ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടി സ്വേച്ഛാധികാരം പ്രയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ ഉപകരണമായി നിന്ന ഒരാളിൻ്റെ ആ നടപടിയാണ് ഇത് ചോദ്യം ചെയ്തതെങ്കിൽ ഇവിടെ ഇന്ന് ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്താണ് വന്നിട്ടുള്ളത്? ഈ അനിൽകുമാർ 4 പേരെയാണ് റെസ്പോണ്ടൻസ് ആയി കൊടുത്തിട്ടുള്ളത്. ആ 4 പേരും ഇത്തരം കാര്യങ്ങൾ, 4 പേരെന്ന് പറഞ്ഞാൽ അതിൽ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലേക്ക് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലുമാണ്, സിൻഡിക്കേറ്റ് അടക്കം പ്രതിയാണ്. ഇവിടെ ഈ ഹർജി പിൻവലിക്കുന്നു. സ്വാഭാവികമായി ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോഗിക്കുകയും അനിൽകുമാറിനെ രജിസ്ട്രാറായി തിരിച്ച് നിയമിച്ചുകൊണ്ടുള്ളതും നേരത്തെ എടുത്ത തീരുമാനം റദ്ദാക്കപ്പെടും. ഇവർ റദ്ദാക്കേണ്ടത് തന്നെ എന്താണ്? ഈ സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി തന്നെ അത് റദ്ദാക്കപ്പെട്ട് പോകുന്നതാണ് എന്ന സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ്. അതിനെയാണ് ലംഘിക്കുന്നതെങ്കിൽ ഗവർണർക്കാണ് നൊന്തിട്ടുള്ളത് എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് പരിഭവിക്കേണ്ട. ഷാജി രാഘവൻ ഉണ്ടല്ലോ, എന്നോട് അക്കാര്യത്തിൽ പരിഭവിക്കേണ്ടതില്ല. ഇവിടെ ഗവർണർക്കാണ് നൊന്തിട്ടുള്ളത്. ഇതൊരു മന്ത്രിക്കെതിരായിട്ടാണ് ഏതെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് വന്നതെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഷാജി രാഘവൻ ഉൾപ്പെടെ ഇവിടെ എന്തൊരു വിധത്തിലുള്ള വർത്തമാനമായിരുന്നതിന് മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലയിലേക്ക് എന്താ ഗവർണർ രാജിവെക്കണ്ടേ ഈ കാര്യത്തിൽ? അല്ല, ഗവർണർ തിരിച്ചങ്ങ് പോകണം, എന്നെ അങ്ങ് വിളിക്കണമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേലാളന്മാരോട് എൻ്റെ പൊന്നോടേത് എന്നെ അങ്ങോട്ടൊന്ന് മാറ്റിത്തരണമെന്ന് പറയേണ്ടത് ഒരു മാന്യതയൊക്കെ വേണ്ടേ ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി? ഗവർണറോടാണ് പോരെ, എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമാണ്. ശ്രീ ഷാജി രാഘവൻ, ഈ സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ചേരുമ്പോൾ സിൻഡിക്കേറ്റിനാണ് അധികാരം. ആ സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ താൽക്കാലികമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ പകരം ചുമതല കൊടുത്ത ഒരു വൈസ് ചാൻസലർ ഉല്ലംഘിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ ഒരു സാമാന്യ നിയമ തത്വത്തിന് തന്നെ എതിരല്ലേ? സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോൾ പകരം വേറൊരാളെ രജിസ്ട്രാറായി ചുമതലപ്പെടുത്തുക വഴി അഭൂതപൂർവമായ ഒരു ഏറ്റുമുട്ടലാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? അല്ല, ഇവിടെ ബഹുമാന്യനായ സമ്പത്ത് പറയാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ ഗവർണർ എന്തോ ഭരണഘടനാ വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ള നിലക്കാണ്. അഭിലാഷ് മോഹൻ ഒന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ ഈ വിഷയം തുടങ്ങിയതപ്പോഴാണ് ബഹുമാന്യനായ ഗവർണർ
കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹാളിൽ തികച്ചും സ്വകാര്യമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. തികച്ചും സ്വകാര്യമാണ്. ശ്രീ പത്മനാഭ സേവാസമിതി എന്ന് പറയുന്ന ഒരു സംഘടന വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ അവരുടേതായ ഒരു സ്വകാര്യ പരിപാടിക്ക് പോകുന്നു. അവിടെ ഭാരതാംബയുടെ ഒരു പടം വെക്കുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ട് രജിസ്ട്രാർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ എന്നിട്ട് ഗവർണറുടെ പരിപാടി നടത്താൻ പാടില്ല, പരിപാടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതിനകത്ത് ഇടപെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് VC അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കുന്നു. കൃത്യമായ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൊടുത്തു. ഈ ഉദ്യോഗസ്ഥൻ, ഈ രജിസ്ട്രാർ, ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഈ ശ്രീ സമ്പത്ത് എപ്പോഴും VC വൈസ് ചാൻസലർ എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. താങ്കൾ ഇടപെട്ടപ്പോഴാണ് ഗവർണർ എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നത്. സാറ്, ആ ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തെ അപമാനിച്ചു. ആ അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ കോടതിക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞ ആരോപണം അപമര്യാദയായി പെരുമാറി ഗവർണറോട് എന്നുള്ളതാണ്. ഗവർണറോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് കോടതി ശരിവെക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ? കോടതി എന്താ വ്യക്തമായ രണ്ട് കാര്യം ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചല്ലോ. ശ്രീ അനിൽകുമാർ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി പരാമർശിച്ച രണ്ട് കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താ? രജിസ്ട്രാർ എന്താ പറയാൻ ശ്രമിച്ചത്? എന്താണ് ഗവൺമെൻറ് പറയാൻ ശ്രമിച്ചത്? എന്താണ് ശ്രീ സമ്പത്ത് പറയാൻ ശ്രമിക്കുന്നത്? ഇവരൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഭാരതാംബ വിഷയമാണല്ലോ. ആ ഭാരതാംബയുടെ വിഷയത്തിൽ എങ്ങനെ ഭാരതാംബ എന്ന് പറയുന്ന ആ അടയാളം അതെങ്ങനെ ഒരു മതചിഹ്നമാകും? കോടതി ചോദിച്ചില്ലേ? അത് അവിടെയും കോടതി നിർത്തിയോ? കോടതി രണ്ടാമത് വീണ്ടും അതിനോട് ചേർന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭാരത മാതാവിന് കാവിക്കൊടി ഏന്തുന്ന വനിതയെന്ന് വിശേഷിപ്പിക്കുന്ന ദൗർഭാഗ്യപരമായ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിഷയത്തിൽ ഞങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച രണ്ട് വിഷയങ്ങളും വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുക. അതുമാത്രമല്ല, കോടതിയുടെ പരാമർശത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പറയുന്ന രജിസ്ട്രാർ ഗവർണറെ അപമാനിക്കുക മാത്രമല്ല ഭാരതാംബയെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താ? അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടിയാണ് ഇപ്പോഴത്തെ പ്രശ്നം. സാർ, ഞാൻ ചോദിക്കുന്നത്, കേരളം ചർച്ച ചെയ്യപ്പെടാൻ മാത്രം ഗൗരവമുള്ള വിഷയം അതിനകത്ത് എന്താ ഉള്ളത്? ഒരു വിഷയം ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗവർണർ ആയിട്ട് അല്ലെങ്കിൽ VC ഗവർണർ ചുമതലപ്പെടുത്തിയിട്ടുള്ള വൈസ് ചാൻസലർ ആണല്ലോ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പറയുന്നത്. ഈ വൈസ് ചാൻസലർ സർവകലാശാലകളെ എടുത്താൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം പഴയതുപോലെയല്ല. പലയിടത്തും താൽക്കാലിക വൈസ് ചാൻസലർമാർ തുടരുകയാണ്. സർക്കാർ നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്നല്ല ഇപ്പോൾ VC-മാരുടെ തീരുമാനം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. വേറൊരു വഴിയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ സർവകലാശാലയുടെ ഭരണം RSS നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഇതിലെ ആത്യന്തികമായ പ്രശ്നം. ഇവിടെ ഗവർണറുടെ കയ്യാൾമാരായി നേരത്തെ വിദേശത്ത് പോയ VC-യും ഇപ്പോൾ ചുമതലയിലുള്ള VC-യും പ്രവർത്തിക്കുന്നു. അതിനനുസരിച്ച് ഈ ഭരണ സംവിധാനത്തിൽ അവർ ഇടപെടുന്നു. അതിന് തടസ്സമായി CPM നയിക്കുന്ന സിൻഡിക്കേറ്റ് മറുനിലപാടെടുക്കുന്നു. ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ സർവകലാശാലയിൽ ഉണ്ടാവുകയാണ്. ഇതാണല്ലോ സംഭവിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഉണ്ടാവുന്ന സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഭരണസ്തംഭനത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ്. രണ്ട് രജിസ്ട്രാർമാർ ഒരു സർവകലാശാലയിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അല്ല, ഞാൻ പറഞ്ഞത് അഭിലാഷ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിലവിൽ ഡിസ്പ്യൂട്ട് എന്താ? ഗവർണർക്ക് വൈസ് ചാൻസലർക്ക് അത് താൽക്കാലികമായിക്കോട്ടെ. താൽക്കാലിക വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ അവധി പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് അധികാരം അതിൻ്റെ ചാർജ് കൊടുക്കുന്ന ഈ രാജ്യത്തും ഈ കേരളത്തിൽ ഇതാദ്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പോയി കൊടുത്തില്ല എന്ന് വിചാരിച്ച് ഈ രാജ്യത്തെ ഒരുമാതിരിപ്പെട്ട് ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മേഖലയോട് കമ്മിറ്റ്മെൻറ്റുള്ള ഏതൊരു നേതൃത്വവും ചെയ്യുന്ന അധികാരം കൊടുക്കും. അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, VC ഇപ്പോൾ എടുത്തൊരു തീരുമാനം എന്താ? VC പ്രത്യേക അധികാരം ഉപയോഗിച്ച് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് കോടതി കിടക്കാണ് സാർ. ഈ കേസ് കോടതി തീരുമാനിക്കട്ടെ. അല്ല, കോടതി തീരുമാനിക്കാൻ പോകുന്ന 3-4 വിഷയങ്ങളെ ഒന്ന്, കോടതി ഈ സസ്പെൻഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പൊ ഈ വിഷയം ഇനിമേൽ സബ് ജുഡീസ് അല്ല. കോടതിയിൽ ഉണ്ടായിട്ടുള്ള വ്യവഹാരം അവസാനിച്ചു, അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ കോടതിയിലുള്ള വിഷയമാണെന്ന് പറയണ്ട.
അഭിലാഷ് മോഹൻ കോടതി ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ സാർ? ആ കോടതിയിൽ പോയ ആളിനല്ലേ അതിന്റെ തിരിച്ചടി? അല്ല, കോടതിയിൽ പോയ ആൾ ആ ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത്. ആ ഹർജി പിൻവലിക്കാൻ സാഹചര്യത്തിലാണ് സാർ. ആ ഹർജി പിൻവലിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു. ഇന്ന് ഇപ്പോ VC-ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഈ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചത് നിയമവിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷെ കോടതി ആ വാദങ്ങൾ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ആ വാദങ്ങൾ എന്റർടൈൻ ചെയ്തില്ല. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് രജിസ്ട്രാർ ഒരു ഹർജി നൽകി, ആ ഹർജി അദ്ദേഹത്തിന്റെ ആ പ്ലീയിൽ ഉണ്ടായിരുന്ന കാര്യം പരിഹരിക്കപ്പെട്ടതുകൊണ്ട് രജിസ്ട്രാർ ആ ഹർജി പിൻവലിച്ചു. ആ ഹർജി പിൻവലിക്കാൻ കോടതി അദ്ദേഹത്തെ അനുവദിച്ചു. അതിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല. സസ്പെൻഷൻ പിൻവലിച്ചത് നിയമവിരുദ്ധമാണെന്ന ആവശ്യം കോടതി എന്റർടൈൻ ചെയ്തിട്ടുമില്ല. അപ്പൊ കോടതിയിൽ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. ആസ് ഓഫ് നൗ കോടതിയിൽ ഒന്നുമില്ല. എന്താ അഭിലാഷ് മോഹൻ, അങ്ങനെയാണോ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞു വെച്ചത് എന്താ അവസാനം? ഈ കാര്യത്തിൽ ആവശ്യമായ നിയമപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടും. അത് എപ്പോഴാണ് ഇനി ഉണ്ടാവുക? ഇനി ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം ഗവർണർ വൈസ് ചാൻസലർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ശരിയാണോ? രണ്ടാമതൊരു പോയിന്റ്, ആ സസ്പെൻഷനിലായ അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റിൻ്റെ നടപടിയുണ്ട്. ആ സിൻഡിക്കേറ്റ് വളരെ കൃത്യമായി അത് വാലിഡാണോ ആ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്? കാരണം സിൻഡിക്കേറ്റ് ഒരിക്കൽ ഡിസോൾവ് ആയാൽ നമുക്കറിയാം, VC അവിടെയുണ്ട്. താൽക്കാലികമായ ചുമതലയുള്ള VC-യുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച അവിടെ ഈ പറയുന്ന സിൻഡിക്കേറ്റ് കൂടുന്നത്. ആ യോഗം പിരിച്ചുവിട്ട് താൽക്കാലിക VC പുറത്തു പോയതിന് ശേഷം ഏതോ ഒരു അമ്മായിയെ വിളിച്ചിട്ടാണ് അവിടെ സിൻഡിക്കേറ്റ് കൂടുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ? ഏതോ ഒരു അമ്മായിയല്ല, സിൻഡിക്കേറ്റിലെ സീനിയർ മെമ്പറാണ്. നമുക്കറിയാം, സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ വൈസ് ചാൻസലറുടെ അനുവാദം വേണം. വ്യവസ്ഥാപിതമായി സർവകലാശാല നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സർവകലാശാലയുടെ അനുവാദം വേണം. വ്യവസ്ഥാപിതമായി ഭരിക്കാൻ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ള ഒരു ബോഡിയാണ് വൈസ് ചാൻസലർ. ആ സിൻഡിക്കേറ്റിന്റെ മുകളിലാവുന്നത് ഏത് നിയമം അനുസരിച്ചാണ്, ഏത് ചട്ടം അനുസരിച്ചാണ്? സിൻഡിക്കേറ്റിലെ സീനിയർ മെമ്പർ ചെയർ ചെയ്തിട്ടാണ് തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം നടത്തിയത്. കേരളം തെരഞ്ഞെടുത്ത ഒരു സർക്കാരിന് മുകളിൽ ഗവർണർ തീരുമാനമെടുക്കുമെന്ന് പറയുന്നത് പോലെ വ്യവസ്ഥാപിതമായ ഒരു സിൻഡിക്കേറ്റിൽ അംഗങ്ങളായിരിക്കുന്നവർ സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷത്തിന് എടുക്കുന്ന തീരുമാനം വഴിയെ പോകുന്ന ആളുകളൊക്കെ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, ഞാൻ ചോദിക്കുന്നത് വൈസ് ചാൻസലറുടെ അനുവാദം നേടിയിട്ടാണോ ഈ പറയുന്ന സമാന്തര സിൻഡിക്കേറ്റ് കൂടിയിരിക്കുന്നത്? ഈ സമാന്തര സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനെന്ത് വാലിഡിറ്റിയാണ് ഉള്ളത്? അതായത് വൈസ് ചാൻസലർ ഈ പറയുന്ന സിൻഡിക്കേറ്റ് യോഗം ഞായറാഴ്ച കൂടിയത് ഒറ്റ അജണ്ടയുള്ളായിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് അനിൽകുമാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കേസിൽ അതിന് ആ കാര്യത്തിലൊരു എന്താ പറയുക, യൂണിവേഴ്സിറ്റിയുടേതായ അഭിപ്രായം പറയണം. ആ അഭിപ്രായം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വിളിച്ചു കൂട്ടിയിട്ടുള്ള സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷം എഴുന്നേറ്റ് നിന്ന് ഈ പറയുന്ന സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ ബഹുമാന്യായ വൈസ് ചാൻസലർ അവർ പറഞ്ഞത് ഈ വിഷയം ഈ അജണ്ടയിലില്ല. മാത്രമല്ല, അദ്ദേഹം ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്ത് പുറത്തു പോയതിന് ശേഷം ആരെയോ സാന്നിധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അഭിലാഷ് മോഹൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ വൈസ് ചാൻസലറുടെ അനുവാദം വേണം. ഈ കൂടിയ സമാന്തര സിൻഡിക്കേറ്റിന് ഏത് വൈസ് ചാൻസലറുടെ അനുവാദം ഉള്ളത്? നിയമസാധുത പരിശോധിക്കപ്പെടണം. എവിടെ? കോടതി പറഞ്ഞു വെച്ചത് കാര്യങ്ങൾ തുടരാം. കോടതി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഇതൊരു വലിയ നിയമപ്രശ്നമാവേണ്ട വിഷയമാണോ എന്ന് പോലും സംശയമുണ്ട്. ഞാൻ വരാൻ താങ്കൾ ശ്രീ രാജു പി നായർ, വലിയ സംഘർഷം കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുകയാണ്. അടുത്ത റൗണ്ടിൽ വരാം. ഇതിപ്പോ കേരള സർവകലാശാല നമ്മളൊരു സ്പെസിമെനായി എടുത്താൽ മതി. മറ്റ് സർവകലാശാലകളിലും സമാനമായ സാഹചര്യം ഓരോരോ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വൈസ് ചാൻസലർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ സിൻഡിക്കേറ്റ് റദ്ദാക്കി എന്നുള്ളതാണ് സിൻഡിക്കേറ്റിന്റെ വേർഷൻ. പക്ഷെ സിൻഡിക്കേറ്റ് ചേർന്നത്, അതായത് VC ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് സിൻഡിക്കേറ്റ് തുടർന്നതേ നിയമപരമല്ല എന്നുള്ളതാണ് VC-യുടെ നിലപാട്. താൽക്കാലിക VC-യുടെ അല്ലെങ്കിൽ VC-യുടെ ചുമതല വഹിക്കുന്ന ആളുടെ നിലപാട്. ഇതിന്റെ നിയമവശം എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ രാഷ്ട്രീയ വശവും ഉണ്ടല്ലോ. സർവകലാശാല ഭരണം പ്രതിസന്ധിയിലാവുകയാണോ? എന്തു തോന്നുന്നു? അല്ല, സർവകലാശാല ഭരണങ്ങളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലവും വർഷങ്ങളായിട്ട് പ്രതിസന്ധിയിലാണല്ലോ. 13 സർവകലാശാലകളിൽ 12 സ്ഥിരം VC ഇല്ല. 66 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സർക്കാരിൻ്റെ ഉള്ളതിൽ 65 സ്ഥലത്ത് പ്രിൻസിപ്പളും ഇല്ല വർഷങ്ങളായിട്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ സർക്കാർ തകർക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഗവർണറുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം?
ഇവിടെ പ്രശ്നം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ചട്ടപ്രകാരമല്ല. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ല. കാരണം വി സി അതിനകത്ത് അതിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. അപ്പോൾ വി സി എടുത്ത നടപടി ചട്ടവിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. പക്ഷേ ആ വി സി എടുത്ത ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടിയെ നിയമപ്രകാരം ശരിയാക്കാമായിരുന്നു. അതിന് രജിസ്ട്രാർ കോടതിയിൽ പോയി. രജിസ്ട്രാർ കോടതിയിൽ ചെന്നാൽ കോടതി ഇന്ന് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അതിനകത്ത് സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ 10(10) വെച്ചുകൊണ്ട് അവിടെ ഈ സെഷനിൽ ഇല്ലാത്ത സമയത്ത് നമ്മുടെ സിൻഡിക്കേറ്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത് വി സിക്ക് അതിനകത്ത് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന 10(10) ആ 10(10) പ്രകാരം എടുത്ത നടപടിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാമായിരുന്നു. അത് ശരിയായ വിധി തന്നെ ചോദ്യം ചെയ്തു. പക്ഷെ അത് ചോദ്യം ചെയ്ത് അത് പരിഗണിക്കേണ്ട സമയത്തിന് മുൻപ് ഹൈക്കോടതി നടത്തിയ 1-2 പരാമർശങ്ങൾ കണ്ടപ്പോൾ തങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും എന്ന് കണ്ടുകൊണ്ട് ആ സസ്പെൻഷനെ റദ്ദാക്കുന്നതിന് വേണ്ടി ചട്ടവിരുദ്ധമായ രീതി ഇവിടെ രജിസ്ട്രാറും അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ളവർ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയും ചട്ടവിരുദ്ധമായിരുന്നു. അത് ആ രജിസ്ട്രേഷൻ ആ സസ്പെൻഷൻ റദ്ദാക്കാൻ വേണ്ടി എടുത്ത നടപടിയും ചട്ടവിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സിൻഡിക്കേറ്റ് കൂടി അവിടെ വെച്ച് അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ള വൈസ് ചാൻസലർ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി, യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആരെങ്കിലും ഒരാളെ അധ്യക്ഷയായിക്കൊണ്ട് ആ തീരുമാനം എടുക്കുന്ന രീതി ശരിയായ നടപടിയല്ല. എന്ന് മാത്രമല്ല, അതിന് സാധുത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം വൈസ് ചാൻസലർ അംഗീകരിക്കണം എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം പോലും പാലിക്കപ്പെടാൻ ഇപ്പൊ പറ്റില്ലല്ലോ. അപ്പൊ അത്തരത്തെ രീതിയിൽ ഇന്ന് അതിനെ മുഴുവൻ ഒരു സങ്കീർണതയിലേക്ക് ഈ സർക്കാരും ആൾക്കാരും ഇതിന്റെ കേവല സാങ്കേതികത്വം മാത്രമേ കോൺഗ്രസ് കാണുന്നുള്ളൂ. അപ്പോ ഇപ്പോഴത്തെ താൽക്കാലികമായി നിയമിതരായിരിക്കുന്ന വി സിമാർ ഗവർണറുടെ ഡയറക്റ്റ് കൺട്രോളിലോ അണ്ടർ ഡയറക്ഷനിലോ ആണ്. ഗവർണർ നാഗ്പൂരിന്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ സർവകലാശാലകളിൽ വരുന്നത്. ഇതിന്റെ സാങ്കേതികത്വം മാറ്റിവെച്ചാൽ എന്നാ പിന്നെ അതങ്ങ് നടന്നോട്ടെ എന്നാണോ? അല്ല, ഞാൻ അതിലേക്ക് എത്താം. ഞാൻ അതിനു മുമ്പ് ഇതിനകത്ത് ഈ നടന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് പറയണമല്ലോ. അപ്പോൾ സസ്പെൻഷനും റദ്ദാക്കിയ രീതിയും രണ്ടും ചട്ടവിരുദ്ധമാണെന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിയമപരമായിട്ട് അത് ശരിയാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ഹൈക്കോടതി ആ വിധി പരിഗണിച്ചിരുന്നെങ്കിൽ അവിടെ വെദർ ദ സിൻഡിക്കേറ്റ് ഈസ് ഇൻ സെഷൻ എന്നുള്ള ചോദ്യം തന്നെ ഉയരുമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ധീർത്തി പിടിച്ച് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കേണ്ട സാങ്കത്യം എന്താണെന്നുള്ള ചോദ്യം ഉയർത്താൻ കഴിയുമായിരുന്നു. വി സിക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ വൺസ് ഫോർ ഓൾ ഇതിനകത്ത് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ നിയമപ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന് ചെയ്യാതെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമോ എന്നുള്ളത് ഭയന്നുകൊണ്ട് ഇവർ നടത്തിയത് വീണ്ടും ചട്ടവിരുദ്ധമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രശ്നം 2 രജിസ്ട്രാർ നിൽക്കുന്നു. നാളെ ഇനിയിപ്പോൾ ഗവർണർ എടുക്കാൻ പോകുന്ന തീരുമാനം വീണ്ടും നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു. സർക്കാർ ഈ വിവാദം കത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം. ഇത് പരിഹരിക്കപ്പെടണം എന്നല്ല, ഇതിൻ്റെ പുറകിലുള്ള വിവാദം കത്തി നിൽക്കണം. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? നിലമ്പൂര് സർക്കാർ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു. CPM LDF പരാജയപ്പെടുന്നു. 23-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വിധി വരുന്നത്. ആ വിധിക്ക് ശേഷം ഈ പ്രശ്നം 24-ാം തീയതി സെനറ്റിലെ ഈ തർക്കം ഉണ്ടാവുകയാണ്. അന്ന് മുതൽ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ചർച്ച തിരിച്ചല്ലോ. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഭരണവിരുദ്ധ വികാരവും വിചാരണ ചെയ്ത നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ പ്രതിരോധത്തിലാവുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഗവർണർ വരികയാണ്. അങ്ങിപ്പോ പറയുന്നു ഗവർണർ RSSന്റെ നോമിനിയാണ്, നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അഭിലാഷ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ശ്രീ സമ്പത്ത് ഉൾപ്പെടെ പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ്, MP ആയിട്ട് സർക്കാരിന്റെ പ്രത്യേക ചുമതല വഹിച്ച് സംഘടനാ പ്രവർത്തനത്തോട് വളർന്നു വന്ന നേതാവാണ്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ CPMന്റെ നേതൃത്വത്തിന് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഈ ഗവർണർ രാഷ്ട്രീയം എന്ന് എന്താണെന്ന് അറിയാതിരുന്നതാണോ? അഭിലാഷ്, ഒരുപക്ഷെ ഞാൻ തന്നെ അങ്ങയോടൊപ്പം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഗവർണർ കേരളത്തിൽ വന്നപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയല്ലോ. ഈ ഗവർണർ സംഘപരിവാറിന്റെ തീവ്ര നിലപാടുള്ള ആളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും സായുധ വിപ്ലവത്തിലൂടെ നേടിയതാണ്, സത്യാഗ്രഹ സമരത്തിലൂടെ നേടിയതല്ല എന്ന് നിലപാടെടുത്തിരുന്ന ഒരു ഗവർണറാണ്. ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് RSSകാരനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമായ ഞങ്ങൾ നിലപാടെടുക്കുമെന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലോ.
ഞങ്ങൾക്ക് ഇയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. എന്തുകൊണ്ടാണ് സമ്പത്ത് ഉൾപ്പെടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഈ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന RSSന്റെ നേതാവിന്റെ, RSSന്റെ രക്തം സിരകളിലൂടെ ഓടുന്ന ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയാതെ പോയത്? എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നല്ലോ. ഈ പിണറായി വിജയനല്ലേ ഈ ഗവർണർക്ക് കേരളത്തിൽ എന്തോ വികസനോന്മുഖമായിട്ട്, എന്തോ പോസിറ്റീവ് പൊളിറ്റിക്സിന് നേതൃത്വം കൊടുക്കുന്നുള്ള രീതിയിൽ നിർമ്മലാ സീതാരാമനുമായിട്ട് പോയി ചർച്ച നടത്താൻ കൂടെ കൊണ്ടുപോയത്? ഈ അർലേക്കറെ കുറിച്ചല്ലേ, അല്ലെ ഒരു മിനിറ്റ്, ഈ അർലേക്കറെ കുറിച്ചല്ലേ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതിയത്? ഈ അർലേക്കർ അല്ലേ പിണറായി വിജയന്റെ പിറന്നാളിന് ക്ലിഫ് ഹൗസിൽ ഭാര്യാസമേതനായി എത്തി പട്ടും പുടവയും എല്ലാം കൊടുത്തത്? ഞങ്ങൾ എടുത്ത നിലപാടെന്താ? ആദ്യം തന്നെ ഇദ്ദേഹം RSSകാരനാണ്. അദ്ദേഹം ഗവർണർ എന്ന പദവിയിൽ എത്തിയിരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെ ഞങ്ങൾ വീക്ഷിക്കും. പക്ഷെ ആശയപരമായി സൗഹാർദ്ദത്തിന് ഒന്നും ഞങ്ങളില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തല്ലോ. പക്ഷെ അതില്ലാതെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. അത് കേവലം യാദൃശ്ചികമല്ല അഭിലാഷ്, ഇത് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ചെയ്തിരുന്ന പോലെ ആ സർക്കാരിനെ വിവാദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചുവിടും. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടരുത് എന്ന് സർക്കാരാണ് ഏറ്റവും കൂടുതൽ നിഴൽ യുദ്ധമാണ് എന്ന പോയിന്റ് കോൺഗ്രസിന്. സർക്കാരിനെ രക്ഷിക്കാനാണ് അടിയൻ ലച്ചിപ്പോം എന്ന മട്ടിൽ ഗവർണർ ചാടി വീണത് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ട്. നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. ഒരു ഇടവേള വേണം ആദ്യം. അതിനുശേഷം സമ്പത്ത്, രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സിൻഡിക്കേറ്റിന് ഇങ്ങനൊരു തീരുമാനം, രജിസ്ട്രാറായി റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുക? അതൊരു നിയമപ്രശ്നമാണ് ഒന്നാമത്തേത്. രണ്ട്, ഇതൊരു ഷാഡോ ബോക്സിംഗ് ആണ്. ഈ RSSുമായി ഏറ്റുമുട്ടുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഫൈറ്റ്, RSSുമായിട്ട് നിങ്ങൾ നടത്തുന്ന ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നാൽ അതിന്റെ ഗുണഭോക്താവാകാം, രാഷ്ട്രീയമായ ഗുണഭോക്താവാകാം എന്ന മട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചക്രത്തിപ്പോരാണിത് എന്ന് കോൺഗ്രസും ആക്ഷേപിക്കുന്നു. ഒന്ന് നിയമപരം, രണ്ട് രാഷ്ട്രീയം. രണ്ടിനും ഉത്തരം. ഞാൻ കുറച്ച് വേഗത്തിൽ പറയാം അഭിലാഷേ. നമ്മുടെ പ്രേക്ഷകർ എൻ്റെ പറയുന്ന വേഗത്തിൽ എത്ര എത്തുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, സമയ ചുരുക്കം കൊണ്ട്. ശ്രീ രാജു P. നായർ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. സോ ഹീസ് മൈ ലേണഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. അദ്ദേഹം ഇതിൻ്റെ ചില രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വേള വിനിയോഗിച്ചത്. രാഷ്ട്രീയമുണ്ട് എങ്കിൽ ശരി, രാഷ്ട്രീയമുണ്ട് എന്നുള്ള നിലയിലേക്ക് എടുക്കാം. ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 6 ആർട്ടിക്കിൾ 153 ഈ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ കുറിച്ച് പറയുന്നത്. ഈ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് ആർട്ടിക്കിൾ 154 പറയുന്നത്. ഈ ഗവർണർമാരെ നിയമിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറെ നിയമിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഞാൻ കേന്ദ്രം എന്നുള്ള പദം കഴിയുന്നത് ഉപയോഗിക്കാത്തതാണ്, പക്ഷേ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം എൻ്റെ അറിവിൽ ഏതാണ്ട് 1 ഡസനോളം പഠനങ്ങളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത്, BJP ഗവൺമെൻറ് കാലത്ത് ഒക്കെ ഇത് വന്നിട്ടുണ്ട്. ഇത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് ഗവർണറായി വരുന്ന, അങ്ങനെ നിയമിക്കപ്പെടുന്ന ആളിൻ്റെ, ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 153 ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, അത് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ, അപ്പോയിൻമെൻറ്റ് 155 അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് പറയുന്നു. ഒരാളുടെ സിരകളിൽ ഒഴുകുന്ന ചോര എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ഒരു സംസ്ഥാനത്തെ സർക്കാരിന് ആ ആളിനെ ഇവിടെ പറ്റില്ല ഇപ്പം തന്നെ പാക്ക് ചെയ്യണമെന്നുള്ള നിലയിലേക്ക്, അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനായാലും, അതല്ല CPMൻ്റെ ഗവൺമെൻറ് ആയാലും, അതല്ല BJP ഗവൺമെൻറ് ആയാലും, മറ്റേതൊരു പാർട്ടിയുടെ DMK ആയാലും അങ്ങനെ ഒരു കാര്യം കഴിയില്ല. അതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം, ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണലായ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അത് പറ്റില്ല. പക്ഷേ ഗവർണറെ കേന്ദ്രവുമായിട്ടുള്ള ലൈസൺ കൊണ്ടുപോകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. നമുക്ക് ഡൽഹിയിലെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഓർമ്മയുണ്ട്. ഗവർണറും KV തോമസും നിർമ്മലാ സീതാരാമനും ഒക്കെ പങ്കെടുത്ത മീറ്റിംഗ്. അങ്ങനെ ഗവർണറെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും വെച്ച് ലൈസണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഗവർണർ അത്തരത്തിലൊരു പ്രഭാത ഭക്ഷണത്തിന് കൂടിയതോ അല്ല അങ്ങനെ തൻ്റെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾക്കായി അദ്ദേഹം കൂടി അഭ്യർത്ഥിക്കാൻ വന്നതോ അതാണ് അപാകത എന്നാണ് പറയുന്നത് എങ്കിൽ അതിനേക്കാൾ കടുത്ത അപാകതയും
തെറ്റുമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ വികലമാക്കുന്ന നിലയിലേക്ക് അദ്ദേഹം അങ്ങനെ രാജ്ഭവനിൽ ആദ്യം അവിടെ കേരളത്തിലെ കൃഷിമന്ത്രി ഔദ്യോഗികമായ കേരള സർക്കാരിൻ്റെ പരിപാടിയിൽ അത് മിനിറ്റ് നമ്മൾ തന്നെ അഭിലാഷ് തന്നെ ആയിരുന്നല്ലോ ആങ്കർ, ഞാനതിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഷാജി രാഘവനോട് ഇനിയിപ്പോൾ അത് ആ പടങ്ങളെല്ലാം വീണ്ടും ഉയർത്തി കാണിക്കാനൊന്നും ഞാനിവിടെ ഈ സമയമൊന്നും ഉപയോഗിക്കുന്നില്ല. ആ പടമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഈ പടമെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുകയുണ്ട്, ഇത് കയ്യിലുള്ളതും തന്നെയാണ്. ഇതൊന്നും അല്ല ഭാരതാംബയുടെ ചിത്രമായി നിങ്ങളവിടെ കാണിച്ചത്. അന്ന് ചർച്ചയ്ക്ക് വന്ന പല ആളുകളും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇതാണ് ഈ ചിത്രത്തെയാണ് പറഞ്ഞത്, ഇത് ഈ ഭാരതാംബയുടെ ചിത്രം ഇത് അല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതായിട്ടുള്ള ചിത്രം എന്നുള്ളത് ഈ ചിത്രമാണ്. ഈ ചിത്രമൊന്നും അല്ലാതെ വേറെയും ഭാരതാംബയുടെ ചിത്രങ്ങളുണ്ട്. ഇനി ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ച ചില ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് കേരള സർവകലാശാലയുടെ ആക്ട് അല്ല കോഴിക്കോട് സർവകലാശാല ആക്ട് ഇതെല്ലാം ആരാ പാസ്സാക്കിയിട്ടുള്ളത്? ഇത് സംസ്ഥാന നിയമസഭയാണ് പാസ്സാക്കിയിട്ടുള്ളത്. സംസ്ഥാന നിയമസഭയോട് സംസ്ഥാനത്തെ നിയമസഭയുടെ ഉത്തരവാദിത്തമുള്ള എക്സിക്യൂട്ടീവിനോടാണ് ഗവർണർ ഉത്തരം പറയേണ്ടത്. ഇവിടെ ഗവർണർ എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് വൈസ് ചാൻസലർ ആയത്? ഈ അഭിലാഷേ, ഷാജി രാഘവൻ അടക്കം അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഗവർണർമാരെ തങ്ങളുടെ സ്റ്റേറ്റ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ നിയമനിർമ്മാണം നടപ്പാക്കിയത് ഗുജറാത്തിലാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടപ്പാക്കിയത്. അപ്പം ഞങ്ങളെ ചെയ്താൽ ഇത്തരം കാര്യങ്ങളെല്ലാം ശരി, നിങ്ങൾ ചെയ്താൽ അതെല്ലാം പിശക് എന്നുള്ള നിലയിലേക്കും ഇത്തരത്തിൽ ഭരണഘടനാ ലംഘനം ഗവർണർ നടത്തുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം, ഈ വൈസ് ചാൻസലർ ഇല്ലാതെയാണ് ഈ സിൻഡിക്കേറ്റ് യോഗം കൂടിയത് എന്നുള്ളത്. കേരള സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും എടുത്ത് പരിശോധിച്ചാൽ മതി. വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ അടക്കം സിൻഡിക്കേറ്റ് യോഗം ചേരാം. ഇനി വൈസ് ചാൻസലർ ഒരു നടപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇക്കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ ഹൈക്കോടതി ഇവിടെ ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം തെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ഷാജി രാഘവനോട് പറയുന്നുണ്ട്, അതൊക്കെ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് അതുവല്ലം പറയുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എടുത്തൊന്ന് കാണിക്കും. പലപ്പോഴും കോടതികളിൽ സെഷനിൽ ഇരിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് ആ സെഷൻ ആ ചെയർ ചെയ്യുന്ന വ്യക്തി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ആ തുടർച്ചയിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്താൽ ആ തീരുമാനം വാലിഡ് ആയിരിക്കുമോ? അതാണ് ഇവിടെ വന്ന പ്രശ്നം. ആ പ്രശ്നത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇതെല്ലാം കോടതിയിൽ ഈ താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലറുടെ വക്കീൽ ഇതെല്ലാം കോടതി പറഞ്ഞല്ലോ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വക്കീലന്മാർ തമ്മിൽ ചില ഒരു തമാശ പറയും. ആ വക്കീൽ നന്നായിട്ട് കോടതിയിൽ ആർഗ്യൂ ചെയ്തു, പക്ഷെ അതൊന്നും കേസുമായി ബന്ധപ്പെട്ടതൊന്നും ആയിരുന്നില്ല. കക്ഷി പാവം വെളിയിൽ വന്നു നിന്നിട്ട് ഇതെല്ലാം കോടതിയിൽ പറയും. കോടതിയിൽ കേസ് തോറ്റു കഴിഞ്ഞതിന് ശേഷം കോടതി വരാന്തയിൽ നിന്ന് കേസ് വാദിക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നതായിട്ടുള്ള ആ ചുമതല കൊടുത്തിട്ടുള്ള വിദേശത്ത് പോയ വ്യക്തിയുടെ ഇതെല്ലാം ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെയൊന്നും ഞാൻ അത്തരത്തിൽ പറഞ്ഞ ഏതെങ്കിലും വിധത്തിലൊരു അവരുടെ ഒരു ബഹുമാന്യതയ്ക്കൊന്നും ഒരു കുറവൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ജഡ്ജ്മെൻറ്റിൽ എവിടെയെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം എടുത്ത നടപടി എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു, കോടതി അലക്ഷ്യ നടപടിയാണ് നടത്തിയിട്ടുള്ളത്. വേറൊന്ന്, വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചെയ്ത നടപടി ആ നടപടി അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ റാറ്റിഫൈ ചെയ്തില്ല എങ്കിൽ അത് തന്നെ ഏതാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടേതാണ്. അതിന് മുകളിലേക്കുള്ളതിനൊന്നും വൈസ് ചാൻസലർ യാതൊരു അധികാരവും ഇല്ല. അതിന് ഈ ഗവർണർ ചാൻസലറാണ് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ചെയ്തോ എന്നുള്ളതാണ് എങ്കിൽ ആർട്ടിക്കിൾ 356 അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഏത് സംസ്ഥാനത്ത് സർക്കാരിനെ അങ്ങ് പിരിച്ചുവിടാൻ പറ്റും? അങ്ങനെ അങ്ങ് പിരിച്ചുവിടുവോ? അധികാരമുണ്ടല്ലോ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അങ്ങ് ചെയ്യാൻ പറ്റുമോ? ഗവർണർ റിപ്പോർട്ട് അനുസരിച്ചല്ല, റിപ്പോർട്ട് അനുസരിക്കാതെ റിപ്പോർട്ട് ഇല്ലാതെയും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ദ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് ഉദ്യോഗസ്ഥനും, പിയൂൺ ആകട്ടെ, ഡ്രൈവർ ആകട്ടെ, അവിടുത്തെ ക്ലീനർ ആവട്ടെ, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ജീവനക്കാരിയുടെ മേലെ നടപടി എടുക്കുമ്പോൾ ആ നടപടിക്ക് മുമ്പിൽ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമുണ്ട്. അത്തരം ഒരു കാര്യം ജോലി ചെയ്യുക, ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് ദ എക്സിക്യൂഷണർ എന്നുള്ള നിലയിലേക്ക് എല്ലാം അങ്ങനെ ഗവർണർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ചെയ്യാമെന്നുള്ള നിലയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെയ്ത കാര്യം തെറ്റാണ്, നിയമത്തിന് വിരുദ്ധമാണ്, അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ആ നടപടി അത് സാധൂകരിക്കേണ്ട സിൻഡിക്കേറ്റിൽ ഉടനെ തന്നെ സാധൂകരിക്കേണ്ടത് ചെയ്തില്ല എങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് അത് സ്വാഭാവികമായി റദ്ദാക്കപ്പെട്ടതാണ്. ഇല്ലായിരുന്നെങ്കിൽ കോടതി ഇന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയാണല്ലോ
ഇതൊന്നും പഠിക്കാതെ അല്ലല്ലോ അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുക. ശരി, ഓക്കെ. ശ്രീ ഷാജി രാഘവൻ, നോക്കൂ, ഇപ്പോ അഭിലാഷ് ആ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യാവോ? അഭിലാഷ് ആ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഏതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ശ്രീ എ സമ്പത്ത്, ഒന്ന് ഞാൻ വക്കീലല്ല, രണ്ടാമത്തെ കാര്യം അങ്ങ് പറയുന്ന സെക്ഷൻ 10 എന്ന് പറയുന്നത് ഇതാണ്: ഇഫ് അറ്റ് എനി ടൈം except when the syndicate is in session, the vice chancellor is satisfied with an emergency as arising requiring him to take immediate action involving the exercise of any power vested in the syndicate by or under this act, the vice chancellor may take such action as he deems fit and shall as soon as may be thereafter report the action taken by him to the syndicate. റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങ് പറയുന്ന പോലെ അത് റാറ്റിഫൈ ചെയ്യണമെന്നുള്ള വാക്ക് പോലുമില്ല. അത് റിപ്പോർട്ട് ചെയ്താൽ മതി. പറയട്ടെ റിപ്പോർട്ട് ചെയ്താൽ മതി. അതല്ലാതെ അത് പുനഃപരിശോധിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അവിടെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് അഭിലാഷേ. when the syndicate is in session, സിൻഡിക്കേറ്റ് ഈസ് ഇൻ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്റ് സെഷനിലുള്ള പോലെ അല്ലല്ലോ സിൻഡിക്കേറ്റ്. അപ്പോൾ സിൻഡിക്കേറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം പിന്നെ വരുന്ന സിൻഡിക്കേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതാണ് നിയമപ്രശ്നം. ആ നിയമപ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നതായിരുന്നു ഹൈക്കോടതി. അത് മാത്രമല്ല 11 പറയുന്നുണ്ട്. 11 പറയുന്നത് എന്താ? വൈസ് പ്രിൻസിപ്പൽ, വൈസ് ചാൻസലർക്ക് ഈ അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ മേലുള്ള ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. ഇത് നിങ്ങൾക്ക് കോടതിയിൽ പറയായിരുന്നല്ലോ. എന്തിനായിരുന്നു ഇന്നലെ നിങ്ങൾ ഈ നാടകം കളിച്ചത്? ഈ നാടകം കളിച്ചത് ഈ വിവാദം തുടർന്നുകൊണ്ട് പോകണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ശരി, ഓക്കെ, ഫൈൻ. അതിനൊരു മറുപടി ശ്രീ സമ്പത്ത്. കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് സംബന്ധിച്ച സംശയം. അദ്ദേഹം ഇതിങ്ങനെ ഈ രാഷ്ട്രീയമായി ഇങ്ങനെ ബി ജെ പിയും LDF-ഉമായി എന്തോന്നോ ചക്കളത്തി പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞത്. ഇവിടെ ആരുമായും ഏറ്റുമുട്ടലിന് കേരളത്തിലെ LDF ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. അത് പ്രതിപക്ഷവുമായിട്ടുമല്ല BJP-യുമായിട്ടുമല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് കേരളത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നു. UDF-കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഈ രണ്ടാളുകൾ തമ്മിൽ കൊമ്പുകോർത്ത് നിൽക്കുകയാണെങ്കിൽ അതിനിടയിൽ ചോരവിലൊക്കെ വന്ന് ഇങ്ങനെ നുണയാമെന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നിങ്ങൾ ആഗ്രഹം തർക്കത്തിൽ നമുക്ക് ആർക്കും ഒറ്റ ചോദ്യം, ഒരു സെക്കൻഡ് ഞാൻ ഇടപെടാം. ഷേ സമ്പത്ത്, അതായത് VC എടുത്ത തീരുമാനം സ്വമേധയാ റദ്ദാക്കപ്പെടും. ഞാൻ താങ്കൾ പറഞ്ഞ ഒരു സെക്ഷൻ മാത്രമല്ല വായിച്ചത്. ഇല്ല, അങ്ങനെ ഒരു നിയമമില്ല. അദ്ദേഹം അതിലെ ഒരു സെക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെക്ഷനുകളും എല്ലാ സബ്സെക്ഷനും ഞാനിത് വായിച്ചു. ഇനി അഭിഭാഷകൻ അല്ല എങ്കിൽ പിന്നെ അഭിഭാഷകൻ അല്ലാത്ത ആളിനോട് ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യം എത്ര ഇവിടെ ഈ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ ചർച്ചയാണ് ഇപ്പൊ മാതൃഭൂമിയിൽ നടക്കുന്നത്. പറയൂ, വസ്തുത അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയൂ. അഭിലാഷ് പറഞ്ഞോളൂ. വളരെ കൃത്യമായി ഇന്നലെ കൂടിയ സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലർ ഈ പറയുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ രാജു നായർ അതിന്റെ നിയമവശം പറഞ്ഞു. റിപ്പോർട്ടിംഗ് നടക്കുക മാത്രമല്ല, ഇതിന്റെ പകർപ്പ് കോപ്പി കൃത്യമായി എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതല്ല വിഷയം, ഇതിന് പകരം ഈ പറയുന്ന സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളത് ആവശ്യമായിട്ട് മുന്നോട്ട് വന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന് ശ്രീ സമ്പത്ത് ഉന്നയിച്ച വേറൊരു വിഷയമുണ്ടല്ലോ. സമ്പത്ത് പറഞ്ഞു വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റ് കൂടാം. സാർ കൂടാം, പക്ഷെ ആരുടെ അധ്യക്ഷത കൂടണം? വൈസ് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളിൻ്റെ അധ്യക്ഷത കൂടണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സമാന്തര സിൻഡിക്കേറ്റ് എന്ന് ഞാനുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് താങ്കൾ എത്ര നിയമം പറഞ്ഞാലും ഇതിന് നിയമത്തിൻ്റെതായ ഒരു സാധ്യതയില്ല. ഞാൻ എൻ്റെ ഭാഗം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ശ്രീ അഭിലാഷ് മോഹനൻ, ശ്രീ സമ്പത്ത് വേറൊരു കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഭാരതാംബ എടുത്തിടുന്നുണ്ട്. സമ്പത്തിനുള്ള കൃത്യമായ മറുപടി ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണ് ഈ നറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് പറയാനില്ല. അതുകൊണ്ട് ആ വിഷയം ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇതൊരു മതചിഹ്നമാണ് എന്ന് പറയുക എന്ന ചോദ്യം കോടതി ചോദിച്ചു. കോടതി അതല്ലാതെ ഭാരതാംബ എന്ന ചിഹ്നത്തെ ഏതെങ്കിലും എംബ്ലമായി ഉത്തരവിട്ടിട്ടില്ലല്ലോ. ഈ നറേറ്റീവ് അല്ലേ CPI-യുടെ മന്ത്രിയായിട്ട് ശ്രീ സമ്പത്ത് വരെ വന്നിരുന്നു പറയുന്നത്? അല്ല, കോടതി ഇതേ നറേറ്റീവ് അല്ലേ കഴിഞ്ഞ കോടതി വാദത്തിനിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോ ലോ ഓഫ് ദ ലാൻഡ് ആയി നാളെ മുതൽ ഭാരതാംബ ചിത്രം
എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉപയോഗിക്കണമെന്നോ അതൊരു ദേശീയ ചിഹ്നമായി പ്രഖ്യാപിക്കണമെന്നോ ഒന്നുമില്ല. കോടതി വാദത്തിനിടെ ഒരു ചോദ്യം ചോദിച്ചതാണ് താങ്കൾ കോട്ട് ചെയ്തത്. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ല, ആ വിഷയം നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ്. അഭിലാഷ് മോഹനൻ, ശരി അഭിലാഷ്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. എന്തായാലും ബഹുമാന്യനായ ഗവർണർ പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ ഈ ഭാരതാംബ വന്നതായിരുന്നല്ലോ സമ്പത്തിൻ്റെയും പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രശ്നം. സ്വകാര്യ ചടങ്ങിൽ അത് നമ്മൾ ചിന്തിക്കണം. അത് നിൽക്കട്ടെ അവിടെ. നിലവിൽ സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തൊന്നുമല്ല അഭിലാഷ്. സത്യത്തിൽ ഞാനും ശ്രീ രാജീവ് പി നായരും അഭിലാഷ് മോഹനും കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുക. ഇതാണ് സത്യം. നിലവിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്നേ. ഇത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ അല്ലെങ്കിൽ സർവകലാശാലയ്ക്കുള്ളിലെ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള തർക്കമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. വരാൻ പോകുന്ന എത്ര കാലം ഇത് കോടതി ഇറങ്ങിയാലും ഇതിന് പരിഹരിക്കാൻ പോകുന്നില്ല ഈ പ്രശ്നം. കാരണം ഇത് വളരെ കൃത്യമാണ്. ഇതിനകത്തെ കാര്യങ്ങളും നിയമങ്ങളൊക്കെ ശ്രീ സമ്പത്ത് പറയുന്നൊന്നുമല്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതാണ്. വരാൻ പോകുന്ന കുറേ കാലം ഈ വിഷയം ചർച്ച ചെയ്ത് ഇവർക്ക് മുമ്പോട്ട് പോകണം. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഇത് ജനങ്ങളുടെ ശ്രദ്ധ വഴിമാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചർച്ച ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഷാജി രാഘവൻ ഗവർണർ ഇതിൽ നിന്ന് പിന്മാറിയാൽ ശരി, സിൻഡിക്കേറ്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് മുമ്പോട്ട് പോട്ടെ. യൂണിവേഴ്സിറ്റിയിലെ ഒരു കസേരയുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചാൽ കൃത്യമായ മറുപടി വിശേഷം എന്താണ്? നമ്മൾ അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. താൽക്കാലിക വിസിയുടെ കേരളത്തിലെ ചുമതല കൈമാറിയ സിസാർ തോമസിന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. താൽക്കാലിക വിസിയായ വിദേശ സന്ദർശനം കഴിഞ്ഞു വരുമ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. അദ്ദേഹത്തെ തടയുന്ന സാഹചര്യം വരുന്നു. സിൻഡിക്കേറ്റിനെ VC അനുകൂലിക്കുന്നില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളും മറ്റ് ഭരണ ചുമതലയുള്ള ആളുകളും ഒരു തരത്തിൽ തടയുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. ആകെ കലാപ കലുഷിതമാകുന്നു കേരള സർവകലാശാല അങ്കണം, കേരള സർവകലാശാലയുടെ ഭരണ കേന്ദ്രം. ഇത് എല്ലാ തരത്തിലുമുള്ള സ്തംഭനത്തിനിടയാക്കും. അക്കാഡമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരിടത്ത് ഈ വടംവലി എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് പ്രശ്നമാണ്. രാഷ്ട്രീയം വേറെ. അഭിലാഷ് മോഹനൻ, കേരളം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട അഭിലാഷ് മോഹനൻ, ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയണം. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ശ്രീ അനിൽകുമാറിന് ഉള്ള പ്രിവിലേജ് അല്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ സൂചി തൊട്ട് മൂക്കി വെക്കാനുള്ള പഞ്ഞ് വരെ മേടിച്ചുകൊണ്ട് ചെല്ലണം. ഇതാണ് ഈ ആശുപത്രിയിലെ സാഹചര്യമെന്ന് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആ പ്രൊഫഷനോട് സത്യസന്ധത പുലർത്തിയ ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മുടെ ബ്യൂറോക്രസിയുടെ അതിന്റെ വലിയ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. അതിനെ വളഞ്ഞിട്ട് നമ്മൾ ആക്രമിച്ചില്ലേ? എന്തുകൊണ്ട്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അനിൽകുമാറിന് കിട്ടിയ പരിരക്ഷ നിങ്ങൾ ഈ ഹാരിസ് ചിറക്കലിന് കൊടുത്തില്ലല്ലോ. കൊടുത്തോ? ഇദ്ദേഹം എന്താ ചെയ്തത്? ഗവൺമെന്റിന്റെ ഹെഡിനെയാണ് അപമാനിച്ചത്. ഈ പറയുന്ന അനിൽകുമാർ രജിസ്ട്രാർ, അദ്ദേഹത്തിന് കിട്ടിയ പ്രിവിലേജ്, അദ്ദേഹത്തിന് കിട്ടിയ സംരക്ഷണം, അദ്ദേഹത്തിന് കിട്ടിയ ഇമ്മ്യൂണിറ്റി, മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ഈ പരിവേഷമുണ്ടല്ലോ, ഇതെന്തേ പാവപ്പെട്ട ഹാരിസ് ചിറക്കലിന് കിട്ടിയില്ല? ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? ഇവർ രണ്ടും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. ഇത് പറയാനുള്ള ആർജവം സമ്പത്തിനുണ്ടോ, രാജീവ് പി നായർക്കുണ്ടോ? ഞാൻ രണ്ടുപേരോടും ചോദിക്കുകയാണ്. കാരണം ആ അർത്ഥത്തിൽ വേണം കേരളം ഇത് ചർച്ച ചെയ്യാൻ. ബ്യൂറോക്രസിയുടെ ഭാഗമാണ് ഇവർ രണ്ടും. ഒരു ഭാഗത്ത് ഈ നാടിനെ സ്നേഹിച്ച ഒരു ഡോക്ടർ നിലവിലുള്ള കേരളത്തിലെ ആരോഗ്യ മേഖലയെപ്പറ്റി വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ മുഖ്യമന്ത്രി തൊട്ട് പാർട്ടി നേതൃത്വം വരെ. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ സംസ്ഥാനത്തിൻ്റെ ഹെഡിനെ, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡാണ് ഈ ഗവർണർ, അല്ലാതെ BJPയുടെ ഗവർണറല്ല. ആ ഗവർണറെ ഈ ബ്യൂറോക്രസിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, രജിസ്ട്രാർ, നിങ്ങൾ എന്തൊക്കെ പറയാം, സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ വെച്ചത്, സിൻഡിക്കേറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന രജിസ്ട്രാർ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം ബ്യൂറോക്രസിയുടെ ഭാഗമാണ് സുഹൃത്തെ. സമ്പത്ത് എന്താ മനസ്സിലാകാതെ പോകുന്നത്? അദ്ദേഹം വളരെ മനഃപൂർവ്വമായി കേരളത്തിൻ്റെ ഗവർണറെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഹെഡിനെ, ഇതിൻ്റെ തലവനെയല്ലേ അപമാനിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഇമ്മ്യൂണിറ്റിയും ഈ പറയുന്ന ഇതൊക്കെ എന്തേ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമ്മുടെ കേരളത്തിലെ താങ്കൾ പറയുന്നത്? എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കുറിച്ച് ഹാരിസ് ചിറക്കൽ ഈ വിഷയം ഫേസ്ബുക്കിൽ ഇട്ടത് മുതൽ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും പിന്തുണ കൊടുക്കുകയായിരുന്നു. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിമർശിച്ച ഘട്ടത്തിലാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയവും അതിന്റെ പ്രാധാന്യവും ഒക്കെ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നടക്കുന്ന പോരിൽ പ്രത്യേകിച്ച് ഒരു പക്ഷം എന്നുള്ളതിനപ്പുറത്ത് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിലൊരു പക്ഷത്തിന്റെ പ്രസക്തിയില്ലല്ലോ. ശ്രീ രാജീവ് പി നായർ, ഇവിടെ ഇപ്പോ ഇത് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നോക്കൂ, ഇന്നിപ്പോ വന്ന ഒരു പ്രശ്നം,
സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ. അദ്ദേഹം ആ സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ സനാതന ധർമ്മ പീഠത്തിലാണ് മിക്കവാറും പരിപാടികളൊക്കെ നടക്കുന്നത്. അത്രേ നമ്മുടെ സർവകലാശാലകളുടെ തന്നെ ക്യാരക്ടർ മാറുകയാണ്. കേരളത്തിൽ BJPക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗം പോലും ഇല്ല, ഒരു പാർലമെന്റ് അംഗമുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്വാധീനിക്കാനോ ഭരിക്കാനോ അതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ നിർണായകമായ സ്വാധീനം ചെലുത്താനോ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം, അതൊരു നിങ്ങൾക്ക് പ്രശ്നമാവേണ്ടതല്ലേ കോൺഗ്രസിന്? അല്ല, ഞങ്ങൾക്കത് പ്രശ്നം തന്നെയാണ്. പക്ഷെ CPM-ന് എപ്പോഴാണ് അത് പ്രശ്നമായത് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലല്ലേ? CPM, ഞാൻ ചോദിക്കട്ടെ, CPM പറയാത്ത ആരെങ്കിലും കഴിഞ്ഞ ഗവർണർ വൈസ് ചാൻസലർ ആക്കിയിട്ടുണ്ടോ? ഈ മോഹൻ കുന്നുമലിനെ പോലും വൈസ് ചാൻസലർ ആക്കിയപ്പോൾ CPM-ന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നല്ലോ. CPM-ന് എപ്പോഴാണ് തെറ്റിയത്? CPM-ന് തെറ്റിയത് സർവകലാശാലയുടെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുകയും അതിനുശേഷം അത് ചോദ്യം ചെയ്യപ്പെടും, തുടർ നിയമനം നൽകുകയും ചോദ്യം ചെയ്യപ്പെടുകയും MP രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ്. കഴിഞ്ഞ ഗവർണർ തന്നെ പറഞ്ഞല്ലോ, പിണറായി വിജയൻ എൻ്റെ റൂമിൽ വന്ന് എന്നോട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയാണ് എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്, എന്നെക്കൊണ്ട് തെറ്റ് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർക്കാർ പറയാത്ത ആരെങ്കിലും വൈസ് ചാൻസലർ ആക്കിയോ? ഇദ്ദേഹം ഗവർണർ നിയമിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാരെ കുറിച്ച് ആർക്കെങ്കിലും സർക്കാരിന് ആക്ഷേപമുണ്ടോ? അപ്പൊ ഇതാണ് തരാതരം പോലെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനമൊക്കെ. അതിനുശേഷം സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനമേ നടക്കുന്നില്ല. കാരണം രണ്ടു കൂട്ടർക്കും ഒക്കുന്നില്ല. ഗവർണർക്ക് നിയമിക്കാൻ ആഗ്രഹമുള്ള ആള് സർക്കാരിന് പറ്റില്ല, സർക്കാരിന് പറ്റുന്ന ആളെ ഗവർണർക്ക് പറ്റില്ല. ഈ പറഞ്ഞ അവസ്ഥയാണ് കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം. അല്ല, ഉണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഗവർണറോട് സമീപനങ്ങൾ എന്തായിരുന്നു? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ സമ്പത്ത് പറയുകയാണ്, ശ്രീ സമ്പത്ത് പറയുന്നു, ഇവിടെ ഗവർണർ വന്നപ്പോഴത്തേക്ക് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കാണാൻ വേണ്ടി ചെന്നു, അപ്പം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, 4 മാസമായി ഈ പറയുന്ന വിവാദ കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നത് ഇല്ലേ? നമുക്ക് അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഇന്ന് ആ മീറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തറിയാം? ആ മീറ്റിങ്ങിൽ എന്ത് തീരുമാനമുണ്ടായതിനെ സംബന്ധിച്ച് എന്തറിയാം? ആ മീറ്റിംഗ് നടന്നതുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായതിനെ കുറിച്ച് അറിയാവോ? എന്ത് ദോഷമുണ്ടായതിനെ കുറിച്ച് അറിയാവോ? അപ്പോൾ RSSന്റെ നേതാവായിട്ടുള്ള ഒരു ഗവർണറെയും കൂട്ടി BJPയുടെ നേതാവായിട്ടുള്ള ധനകാര്യമന്ത്രിയെ അനൗദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയതിൽ നമുക്കാകെ ഇന്നും അറിയാവുന്നത് പുട്ടും കടലയും കഴിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറം കേരളത്തിന് ഒന്നും അറിയാൻ പാടില്ല. 4 മാസക്കാലം മുമ്പ് നടന്ന ഈ യോഗത്തെ സംബന്ധിച്ച് ബഹുമാനമായ സമ്പത്ത് വളരെ പുരോഗമനമായ അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്ത് ഗുണം കേരളത്തിനുണ്ടായെന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ എന്ത് ദോഷമുണ്ടായി എന്ന് പറഞ്ഞു തരണം. ഞാനതാണ് സൂചിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഗവർണർ ആർലേക്കർ RSSന്റെ ഒരു സ്റ്റൂജ് അല്ല, അല്ലെങ്കിൽ RSSന്റെ ഒരു കയ്യാളായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ച് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത്? നിങ്ങൾ ഇന്നുവരെ കേരളത്തിലേക്ക് UPA ഗവൺമെന്റ് സമയത്ത് അയച്ചിട്ടുള്ള ഗവർണർമാരെ കുറിച്ച് നിങ്ങൾ ഒരു ലേഖനം എഴുതിയിട്ടില്ലല്ലോ. ആ ഗവർണറെ നിയമിച്ചാൽ തന്നെ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകം എന്ന് ആക്ഷേപിക്കുകയായിരുന്നില്ലേ ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾക്ക് RSS ഗവർണറെ നിയമിക്കുമ്പോൾ മാത്രം അത് ചട്ടുകമല്ലാതെ കേരളത്തിന്റെ പുരോഗതിക്ക് അംബാസഡറാക്കി മാറ്റാൻ കഴിയുന്ന വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ നിങ്ങൾ രാഷ്ട്രീയമായി ഐക്യപ്പെടുകയാണ്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഗവർണറോടും RSSനോടും നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ആ RSSനോട് ഐക്യപ്പെട്ടത് ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകും. അഭിലാഷേ, എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കാതെ അവിടെ വന്ന് ഇരിക്കാൻ യാതൊരു മാർഗവും ഇല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേരള സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കലും അഭിലാഷ് ഞാൻ ബെറ്റ് വെക്കുന്നു, അഭിലാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ തീരുമാനിച്ചു അങ്ങനത്തെ ഒരു മാനുവലോ എന്തെങ്കിലോ അഭിലാഷ് കാണിച്ചു തന്നാൽ മാതൃഭൂമി തരുന്ന സമയത്ത് പരസ്യമായി ഞാൻ പരിപാടിയിൽ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വന്ന നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി പങ്കെടുക്കും, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡെക്കോറം ഉണ്ടല്ലോ, ആര് സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. അഭിലാഷ്, ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അഭിലാഷ്, അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങ് പറയാൻ സമയം തരൂ. പറയൂ. അങ്ങനെ എനിക്ക് പറയാൻ സമയം തന്നോ? സംസ്ഥാന സർക്കാരിന്റെ പരിപാടിക്കകത്ത് വേദിയിൽ ആരുണ്ടാവണം എന്ന് പറയാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് യാതൊരു അധികാരവും ഇല്ല.
മറിച്ച് തെളിയിച്ചാൽ അങ്ങ് പറയുന്ന സമയത്ത് ഞാൻ മാതൃഭൂമി വന്ന് ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാം. ഞാൻ അത്യാവശ്യം VVIP-കളുടെ പരിപാടികൾ ഏകോപിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം അതൊരു കാരണവശാലും ഇല്ല. ആ വേദിയിലുള്ള ആരെങ്കിലും ആ VVIP-ക്ക് ഭീഷണിയാണെങ്കിൽ അയാളെ ഒഴിവാക്കാൻ പറയാം, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ ഒഴിവാക്കാൻ പറയാം. അതല്ലാണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ കൊണ്ടുവന്ന് ഇരുത്താനില്ല. അത് പിണറായി വിജയൻ നടത്തിയ സെറ്റിൽമെന്റ് ആണ്. ആ സെറ്റിൽമെന്റ് കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് നടക്കും. എന്താണെന്നറിയോ? ആ വേദിയുടെ താഴത്തിരുന്ന് റിയാസ് ആ രാജീവ് ചന്ദ്രശേഖരെ അൽപ്പൻ ദാ വന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അൽപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കും. എന്താണെന്നറിയോ? ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സർക്കാരുമായിട്ടും BJP ആയിട്ടും RSSമായിട്ടും കൈകോർത്തുകൊണ്ട് പിണറായി വിജയൻ അവർക്ക് ആവശ്യമുള്ളത് നടപ്പിലാക്കുമ്പോൾ ഇപ്പുറത്ത് താഴത്ത് നിന്ന് SFI-ക്കാരെ കൊണ്ട് ഇത്തരത്തിൽ കോലം കെട്ടിച്ച് ബാനറുകൾ കെട്ടിച്ച് കേരളത്തിന്റെ മതേതര സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം. അവിടെ സെറ്റിൽമെന്റുകൾ മുഴുവൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആർലേക്കറും സീതാരാമൻ യോഗത്തിൽ ഒരു ഇടവേള അത്യാവശ്യമാണ്. ആ ഇടവേളയ്ക്ക് ശേഷം ഇടവേള എടുക്കേണ്ട സമയം മറുപടി പറയാനുള്ള ആവശ്യത്തിനുള്ള സമയം ഞാൻ തരാം. ആവശ്യത്തിനുള്ള സമയം തരാം. ഇപ്പൊ ഇടവേള. ക്ഷേസമ്പത്ത് താങ്കളാണ് മറുപടി പറയേണ്ടത്. ഇവിടെ ഇപ്പോ വിഴിഞ്ഞം തുറമുഖ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ട് പറയാനുള്ള നേരമില്ല. ഈ രാഷ്ട്രീയമായി നിങ്ങൾ BJP നേതൃത്വവുമായി അഡ്ജസ്റ്റ്മെന്റിലാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിന്റെ ക്രക്സ്. അഭിലാഷേ, അത് പിന്നെ ഈ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നുള്ളത്, അതുപോലെ ഇപ്പോൾ ഈ കേസിൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് എന്നോട് ഈ ഷണ്ട കൂടിയിട്ട് കാര്യമില്ല. ഞാൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം പറയാം. ഞാൻ ഈ പറയുന്നത് ഫാക്ട്സ്, നത്തിങ് എൽസ് ബട്ട് ഫാക്ട്സ്. ഇതിൽ ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു അസത്യമോ അർത്ഥസത്യമോ അല്ല. ഞാനൊരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയുകയാണ്. 2018 കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ വന്നു. ആ റിട്ട് പെറ്റീഷൻ്റെ നമ്പർ 29502/2017 എന്നുള്ളതാണ്. 2018 റിട്ട് പെറ്റീഷൻ എടുത്തത്. അതിൽ ഷെർലി രാജൻ വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നുള്ളതാണ് കേസ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻ്റെ മറ്റ് 2 ചങ്ങാതിമാരും കൂടി. അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കോട്ട്, ദി വൈസ് ചാൻസലർ cannot overrule a decision of the syndicate. In the above view of the matter, the stand taken by the respondent university that the vice chancellor has decided not to implement the decision of the syndicate cannot be countenanced. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞതാണ്. അതായത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ ഓവർ റൂൾ ചെയ്യാൻ VC-ക്ക് വീറ്റോ അധികാരം ഇല്ല എന്നുള്ളതാണ്. ഇനി വേറൊന്ന്, UDF-ൻ്റെ പ്രതിനിധി ഇതിനകത്തിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഘോരഘോരം പറഞ്ഞു. 2012 ഓഗസ്റ്റ് മാസം 3-ാം തീയതി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജയകൃഷ്ണനായിരുന്നു. ഡോക്ടർ ജയകൃഷ്ണൻ സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിച്ച് തൻ്റെ ചേംബറിലേക്ക് പോയി. ഞാൻ വാർത്തയാണ് ഈ വായിക്കുന്നത്. UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജോളി ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ യോഗം തുടർന്നു. ഇനി പറയേണ്ട ഒരു കാര്യമുണ്ട്, അറിയേണ്ടത്, അദ്ദേഹം കൂടി അറിയേണ്ട കാര്യം. 400 തീരുമാനങ്ങളാണ് അന്ന് സിൻഡിക്കേറ്റ് പാസ്സാക്കിയത്. ആ തീരുമാനങ്ങൾ ഒന്നുപോലും നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. തീരുന്നില്ല. ഇവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിന് വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നൊരു ചോദ്യം വരാം. അധികാരമില്ലാത്തൊരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെ റാങ്കിലുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ വന്നാൽ പോലും അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വെക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ രജിസ്ട്രാറുടെ മേലൊരു നടപടി എടുക്കണമെങ്കിൽ എങ്ങനെ? ഇനി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാം. ആരായിരിക്കണം ചെയ്യേണ്ടത്? നിയമനാധികാരിയാണ് ചെയ്യേണ്ടത്. ആ നിയമനാധികാരി അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കടമ്പകൾ അവിടെ വേണ്ടത്? ആദ്യം നൽകുന്നൊരു മെമ്മോ ഉണ്ട്, സസ്പെൻഷൻ ആയാൽ പോലും. ആ മെമ്മോ ചാർജിന് ആരോപണ വിധേയൻ, ആ അലിജ്ഡ് പേഴ്സൺ ആരാണോ, ആരുടെ മേലാണോ മെമ്മോ കൊടുക്കുന്നത്, അയാൾ അതിന് വിശദീകരണം നൽകണം. ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ വീണ്ടും നേരിൽ കണ്ട് മൊഴിയെടുക്കണം. ദ റൈറ്റ് ടു ബി ഹേർഡ് അവിടെ ഉണ്ടാവണം. ഈ മൊഴിയെടുപ്പിന് മുൻപ് ചെയ്ത കുറ്റം വിശദമായി മെമ്മോ ചാർജായി ഇഷ്യൂ ചെയ്യണം. ഇത് രണ്ടും പൂർത്തിയാക്കാതെ സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള വ്യക്തിയാണ് രജിസ്ട്രാർ. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ല ഇവിടെ പറയുന്ന, ഒരു ക്ലർക്കല്ല. സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള ഒരു വ്യക്തിയോട് നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറയാൻ കടുത്ത ഏകാധിപത്യ വ്യവസ്ഥിതിയൊന്നും നമ്മുടെ നാട്ടിലില്ല. അതിനെ ന്യായീകരിക്കണമെങ്കിൽ BJP വക്താക്കൾ ന്യായീകരിച്ചോട്ടെ, UDF വക്താക്കൾ ന്യായീകരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ അവർക്കും അത് അത്തരം കാര്യങ്ങളിലാകാം. ഇനി വേറൊരു കാര്യം, ഇവിടെ BJP-യുമായി അല്ലെങ്കിൽ RSS-യുമായി ഞങ്ങൾക്കുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയമായ അകൽച്ചയും ആശയപരമായുള്ള ഭിന്നതയും അങ്ങനെ തന്നെ തുടരും.
ഇവിടെ ഗവൺമെന്റിന്റെ പരിപാടി ഇപ്പോൾ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നു കയറിയിരുന്നു, അങ്ങനെ വലിച്ചെടുത്ത് താഴെ ഇട്ടില്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല, എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് ഉത്തരവ് കൊടുത്തില്ല, ഇതൊക്കെയാണ് ചോദ്യം എന്നുള്ളത്. ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സർവകലാശാലകളിൽ ഇത്തരത്തിൽ ഗവർണർമാർ ഇടപെടുന്ന, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഈ രണ്ട് ചങ്ങാതിമാർ മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്തെ നിയമസഭയാണ് അങ്ങനെ ഒരു നിയമം എടുത്ത് മാറ്റിത്തരണം വൈസ് ചാൻസലർ എന്നുള്ള സ്റ്റാറ്റ്യൂട്ടിലാണ്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഗുജറാത്തിൽ പിന്നീട് പക്ഷേ എന്റെ ചോദ്യം, ഈ 99% അംഗീകരിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പറഞ്ഞ് അനുകൂല വിധി നേടുന്നെങ്കിൽ അതൊരു പ്രസിഡന്റ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും നാളെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സെറ്റിൽ ചെയ്യാമായിരുന്നില്ലേ? സത്യത്തിൽ ഇത്രയും അവരെ ഇവിടെ എന്തുകൊണ്ട് ചെയ്തില്ല? പാകിസ്ഥാൻ ചാരപ്രവർത്തനം നടത്തി പാകിസ്ഥാൻ ഈ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വിഷയം ഈ കേരളത്തിലുണ്ട്. ഇന്ന് ഒരു മന്ത്രി സജി, നമ്മുടെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എവിടുന്ന്? ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു, ജീവൻ രക്ഷ. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കോടതിയെ ഇക്കാര്യം ബോധിപ്പിച്ചില്ല എന്ന ചോദ്യമല്ലേ അങ്ങ് ചോദിച്ചത്? ആ ചോദ്യം പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്തായാലും ഈ വിഷയം അടുത്ത ദിവസം ഗവർണറുമായി ബന്ധപ്പെട്ട നടപടികൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. ഗവർണർ നാളെ എന്ത് തീരുമാനിക്കുന്നു ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. വളരെ നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ രാജു പി നായർ, ശ്രീ രാജരാഘവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.